അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. നെയ്യാറ്റിൻകരയിൽ UDFന് തകർപ്പൻ വിജയം. ആർ സെൽവരാജ് 6334 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി F ലോറൻസിനെ പരാജയപ്പെടുത്തി. ആർ സെൽവരാജ് KMC ന്യൂസ് ടൈമിൽ ഇന്ന് ചേരുന്നു. ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് YSR കോൺഗ്രസിന് ഉജ്ജ്വല വിജയം. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. 4ാം ദിവസവും സഭ പിരിഞ്ഞു. പ്രണബ് മുഖർജി രാഷ്ട്രപതി സ്ഥാനാർത്ഥി. മതപണ്ഡിതർ ദൌത്യനിർവഹണം വിസ്മരിക്കരുത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൽ ഇന്ത്യ ഏറെ പിന്നിലെന്ന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കേരളം കാത്തിരുന്ന നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആർ ശെൽവരാജിന് വിജയം. 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശെൽവരാജിന് ലഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി F ലോറൻസ് ആണ് തൊട്ടുപിന്നിൽ. BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. UDF സ്ഥാനാർത്ഥി വിജയിച്ച ആർ സെൽവരാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ആർ സെൽവരാജ്, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നടത്തിയ ജനക്ഷേമകരങ്ങളായ ഭരണത്തിന് കിട്ടിയ അംഗീകാരം ആയിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. തുടക്കത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? തുടക്കത്തിലെ റൗണ്ടുകളിൽ ഒന്നിലും തന്നെ താങ്കൾ മുന്നിൽ പോയിരുന്നില്ല. മൂന്നാം സ്ഥാനം വരെ പോയ രംഗങ്ങളുണ്ടായിരുന്നു. താങ്കൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു ടെൻഷനുമില്ല. കാരണം ഈ LDFന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ LDF ഒരുപാട് താഴെ പോയി, ഒരുപാട് പുറകോട്ട് പോയി. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. ഏതൊക്കെ മേഖലകളാണ് നിർണായകമായതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കേട്ടില്ല. ഏതൊക്കെ മേഖലകളാണ് താങ്കൾക്ക് നിർണായകമായതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? UDFന് അനുകൂലമായ മേഖലകളെല്ലാം തന്നെ അനുകൂലമായി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അതിയന്നൂരും അതുപോലെ തന്നെ പെരുമ്പഴുതൂർ പ്രദേശവും. ഈ രണ്ട് പ്രദേശങ്ങളും അതിയന്നൂർ പഞ്ചായത്ത് ഒഴികെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ പകുതി ഭാഗങ്ങളാണ്. ആ രണ്ട് പ്രദേശങ്ങളിലും LDF ഉദ്ദേശിച്ചതിനത്ര വോട്ട് സമാഹരിച്ചിട്ടില്ല, പുറകോട്ട് പോവുകയുണ്ടായി. അപ്പൊ അതിന് കാരണം ഈ LDFന് അനുകൂലമായ വോട്ടുകൾ ഈ മുൻ മന്ത്രി വിജയകുമാർ, CPMന്റെ സംസ്ഥാന നേതാവ് വിജയകുമാർ അതിന്റെ നേതൃത്വത്തിൽ സാമുദായിക സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് BJPക്ക് അനുകൂലമായി മറിച്ചു കൊടുത്തു. അപ്പൊ അത് ഒരു ഘട്ടത്തിൽ BJPയുടെ മുഖത്തും തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും. ഈ വിജയത്തിൽ താങ്കൾക്ക് ആരോടാണ് കടപ്പാട്? കേട്ടില്ല. ഈ വിജയത്തിൽ താങ്കൾക്ക് ആരോടാണ് കടപ്പാട്? എനിക്ക് ഇപ്പൊ കോൺഗ്രസിനോടും UDFനോടുമാണ് കടപ്പാട്. ഒരു വർഷത്തിനുള്ളിൽ ചിഹ്നം മാറി ജയിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജനങ്ങളെ ഞാന് വിശ്വാസത്തിൽ എടുത്തിരുന്നു, ജനങ്ങൾ എന്നെയും വിശ്വാസത്തിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം പരസ്പര വിശ്വാസത്തോടുകൂടി ജനങ്ങളിൽ എന്നിലുണ്ടായ വിശ്വാസം, ജനങ്ങൾക്ക് എന്നിലുണ്ടായ വിശ്വാസവും അതുപോലെ തന്നെ എനിക്ക് ജനങ്ങളിലുണ്ടായ വിശ്വാസവും പരസ്പരം നിലനിർത്തി പോകാനായി എന്നുള്ളതാണ് വസ്തുത. ഇത്രയും കാലം LDFന്റെ പ്രതിനിധിയായി നിയമസഭയിൽ ഇരുന്ന താങ്കൾ ഇനി UDFന്റെ പ്രതിനിധിയായി ഈ നിയമസഭയിലേക്ക് എത്താനിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രതീക്ഷയുമില്ല. UDFന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും. വളരെ നന്ദി ശ്രീ സെൽവരാജ്. ഒപ്പം വളരെയേറെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
നെയ്യാറ്റിൻകരയിൽ UDFന് തകർപ്പൻ വിജയം. R. സെൽവരാജ് 6334 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി F. ലോറൻസിനെ പരാജയപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി O. രാജഗോപാൽ 30,607 വോട്ടുകൾ നേടി. ആദ്യ 5 റൗണ്ടുകളിൽ പിന്നിൽ നിന്ന ശേഷമാണ് സെൽവരാജ് ലീഡ് നേടിയത്. അതിയന്നൂർ പഞ്ചായത്തിലെയും നെയ്യാറ്റിൻകര നഗരസഭയിലെയും വോട്ടുകൾ എണ്ണിയപ്പോൾ ലോറൻസ് ആയിരുന്നു മുന്നിൽ. ഒരു ഘട്ടത്തിൽ ലോറൻസ് 2000-ലേറെ വോട്ടിന്റെ ലീഡും നേടിയിരുന്നു. ചെങ്കൽ, തിരുപുറം പഞ്ചായത്തുകളിൽ വോട്ടെണ്ണിയതോടെയാണ് സെൽവരാജ് മുന്നിലെത്തിയത്. അവസാന റൌണ്ടുകളിൽ ലീഡ് ഉയർത്തിയ സെൽവരാജ് ഒടുവിൽ 6334 വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു. അതിയന്നൂർ പഞ്ചായത്തിലെ ആദ്യ 5 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ മാത്രമാണ് രാജഗോപാൽ നേരിയ ലീഡ് നേടിയത്. 6702 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് 2011 LDF സ്ഥാനാർത്ഥിയായി സെൽവരാജ് വിജയിച്ചത്. R. സെൽവരാജിന്റെ വിജയം UDFന്റെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ വിജയമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊലപാതക രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഇത് UDFന്റെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ വിജയമാണ്, അംഗീകാരമാണ്. ഇത് ഞങ്ങൾ പൂർണ്ണ വിനയത്തോടുകൂടി ഈ വിജയത്തെ ഞങ്ങൾ ജനവികാരം മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി പകരും. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് സെൽവരാജിന്റെ വിജയത്തിൽ. സെൽവരാജിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്, ഹാർദവമായി അഭിനന്ദിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്താണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കപട മുദ്രാവാക്യങ്ങളും അവരുടെ കള്ളപ്രചരണങ്ങളും നെയ്യാറ്റിൻകരയിൽ തകർന്നു വീണു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 1 വർഷക്കാലത്തെ ഭരണത്തിനുമുള്ള വോട്ടാണിത്. ആന്ധ്രാപ്രദേശിലെ 18 നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന് ഉജ്ജ്വല വിജയം. ഫലം പ്രഖ്യാപിച്ച 14 സീറ്റിന് 13 സീറ്റും YSR കോൺഗ്രസ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നർസാപൂർ മണ്ഡലമാണ് കോൺഗ്രസിന് ജയിക്കാനായ ഏക സീറ്റ്. ഉപതിരഞ്ഞെടുപ്പ് നടന്ന നെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലും YSR കോൺഗ്രസ് സ്ഥാനാർത്ഥി 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI ജയിലിലടച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായ സഹതാപ തരംഗമാണ് കോൺഗ്രസിന്റെ പരാജയത്തിലേക്ക് നയിച്ചത്. നിയമസഭയിലെ കക്ഷിനിലയിൽ മാറ്റം വരുത്തിയ ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോഴും നിയമസഭയിൽ PK ബഷീറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം. 4 ദിവസമായി പ്രതിപക്ഷം ചട്ടലംഘനം നടത്തി പ്രതിഷേധിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ G. കാർത്തികേയൻ പറഞ്ഞു. രാവിലെ സഭയിലെത്തിയ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടം കൂടി നിന്ന് ചർച്ച ചെയ്തത് ഒരു വിഷയം മാത്രം: നെയ്യാറ്റിൻകരയുടെ മനസ്സ് ആർക്കൊപ്പമാവും എന്നത് മാത്രം. പ്രതീക്ഷിച്ചതുപോലെ ചോദ്യോത്തരവേള തുടങ്ങിയതും അരീക്കോട് ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിപട്ടികയിൽ പേരുള്ള PK ബഷീർ MLA യെ സഭയിൽ നിന്ന് പുറത്താക്കണം, അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ ബഹളം തുടങ്ങി. ബഹളം അനിയന്ത്രിതമായപ്പോൾ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യാൻ സ്പീക്കർ തീരുമാനമെടുത്തു. സഭാ നടപടികൾ തുടർച്ചയായി മുടക്കുന്നതിലുള്ള അതൃപ്തി സ്പീക്കർ മറച്ചുവെച്ചില്ല. സ്പീക്കർ സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞതായി അറിയിച്ചതും അംഗങ്ങളെല്ലാം ഫലപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ തിരക്കിട്ട് സഭ വിട്ടു. CPM MLA-യായി 13ാം കേരള നിയമസഭയിലെത്തിയ R. സെൽവരാജ് തന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും തിളക്കമുള്ള വിജയവുമായി കോൺഗ്രസ് MLA-യായി തിരിച്ചെത്തുന്ന അപൂർവതക്കും സാക്ഷ്യം വഹിക്കും. ധനമന്ത്രി പ്രണബ് മുഖർജി UPA-യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഈ മാസം 24-ന് രാജിവെക്കും. 25-ന് പത്രിക സമർപ്പിക്കും. മതപണ്ഡിതർ ദൌത്യനിർവഹണം മറക്കരുതെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജ് 42ാം വാർഷിക 33ാം സന്നദ്ധദാന സമ്മേളന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
നവലോക സംസ്കൃതിയിൽ മതപണ്ഡിതർക്ക് ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളതെന്നും പൂർവ്വകാല സൂര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വശമാക്കി ധീരമായി മുന്നേറേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സയ്യിദ് മദനി ട്രസ്റ്റിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ കോളേജിന്റെയും ദഅവ കോളേജിന്റെയും ഉദ്ഘാടനം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ നിർവഹിച്ചു. മദനി സംഗമത്തിൽ ബഷീർ ഫൈസി വണ്ണക്കോട് വിഷയാവതരണം നടത്തി. സനദ്ദാന സമ്മേളനം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പ്രസോട്ട്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി, സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ, അത്താഉള്ള തങ്ങൾ ചെറുകുഞ്ഞി തങ്ങൾ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും സംഗമിച്ചു. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഏറെ പിന്നോക്കമെന്ന റിപ്പോർട്ട്. തോംസൺ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ 19 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിൽ സ്ത്രീ വിവേചനവും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും വെളിപ്പെടുത്തുന്നത്. G20 രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് നിർഭയരായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമായി തിരഞ്ഞെടുത്തത് കാനഡയെയാണ്. ഇന്ത്യക്ക് പിന്നിലാണ് സൗദിക്ക് സ്ഥാനം. ഗർഭത്തിലിരിക്കെ തന്നെ പെൺകുട്ടികൾ വെല്ലുവിളി നേരിടുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് റിപ്പോർട്ട് പറയുന്നു. ഭ്രൂണഹത്യ ഇന്ത്യയിൽ കൂടുതലാണ്. ഭ്രൂണഹത്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഇരുണ്ട യുഗത്തെ ഓർമ്മപ്പെടുത്തുന്നു. ശൈശവ ദശയിലും യൗവനത്തിലുമാണ് പെൺകുട്ടി ഏറ്റവും കൂടുതൽ പീഡനമേൽക്കേണ്ടി വരുന്നത്. വിവാഹശേഷവും സ്ത്രീകൾ പലവിധ പീഡനത്തിന് വിധേയരാകുന്നുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംഘടനാ വാർത്തകൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF മലപ്പുറം ജില്ലാ കൾച്ചറൽ ശില്പശാല നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കും. കോട്ടക്കൽ ഡിവിഷൻ ഓഫീസ്, മഞ്ചേരി ടൗൺ സുന്നി മസ്ജിദ് എന്നീ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ശില്പശാലയിൽ ഡിവിഷൻ കൾച്ചറൽ സമിതി, സെക്ടർ കൾച്ചറൽ സെക്രട്ടറിമാരാണ് പ്രതിനിധികൾ. സുന്നി ബാലസംഘ അംഗത്വകാലം, യൂണിറ്റ്, സർക്കിൾ, സോണൽ വിബ്ജിയർ തിരഞ്ഞെടുപ്പ്, ജാലകം, വർണ്ണജാലകം, മഴവിൽ ജാലകം, ക്യാമ്പുകൾ, സാഹിത്യോത്സവ് തുടങ്ങിയ വരുന്ന 3 മാസക്കാലത്തെ വിവിധ പദ്ധതികളുടെ പഠനവും ചർച്ചയും നടക്കും. മഞ്ചേരിയിൽ ജില്ലാ പ്രസിഡന്റ് K. സീനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കൾച്ചറൽ സെക്രട്ടറി PK മുഹമ്മദ് ഷാഫി പദ്ധതികൾ വിശദീകരിക്കും. CKM ഫാറൂഖ്, M. അബ്ദുറഹ്മാൻ സംസാരിക്കും. കോട്ടക്കൽ ജില്ലാ സെക്രട്ടറി CK ഷക്കീർ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം സലാത്ത് നഗറിൽ മഅദിൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ റജബ് 27 രാവായ ഞായറാഴ്ച മേറാജ് ആത്മീയ സംഗമവും സ്വലാത്തും അജ്മീർ ഉറൂസും സംഘടിപ്പിക്കും. വൈകിട്ട് 5 ആരംഭിക്കുന്ന പരിപാടിയിൽ ഷെയ്ഖ് ഹാജ അനുസ്മരണം, അജ്മീർ മൗലിദ്, വിർദുൽ ലത്തീഫ്, മേറാജ് സന്ദേശ പ്രഭാഷണം, സ്വലാത്ത് എന്നിവ നടക്കും. ആത്മീയ സംഗമം സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹബീബ് പൂക്കോയത്തങ്ങൾ തലപ്പാറ, സയ്യിദ് ഇസ്മായിൽ ബുഖാരി, സയ്യിദ് അബീബുർ റഹ്മാൻ ബുഖാരി, അബ്ദുറഹ്മാൻ മുല്ലക്കോയത്തങ്ങൾ പാണ്ടിക്കാട്, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, ഹംസക്കോയ ബാക്കവി കടലുണ്ടി, അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി എന്നിവർ സംബന്ധിക്കും. അൽമഖർ അസാസ് സംഘടിപ്പിക്കുന്ന ത്രിദിന മഖർ ഫെസ്റ്റ് ഇന്ന് നടക്കും. 3 വിഭാഗങ്ങളിൽ 80 ഇനങ്ങളിലായി ശരീഅത്ത് ദഅവ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സര പരിപാടി ഇന്ന് വൈകിട്ട് SSF ദേശീയ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ദഅവ കോളേജ് ഡയറക്ടർ മുഹമ്മദ് ബഷീർ ബുഖാരി അധ്യക്ഷത വഹിക്കും. SMA സംസ്ഥാന ഉപാധ്യക്ഷൻ
PK അബൂബക്കർ മുസ്ലിയാർ, മുട്ടിൽ മുഹമ്മദ് കുഞ്ഞി മൗലവി, മുഹീദ്ദീൻ ഫൈസി കാരളം, മുനീർ നഈമി, അബൂബക്കർ സഖാഫി ഓമച്ചപ്പുഴ തുടങ്ങി നിരവധി പണ്ഡിതർ സംബന്ധിക്കും. ഈ മാസം 17 നടക്കുന്ന സമാപന സമ്മേളനം കൻസുൽ ഉലമ KP ഹംസ മുസ്ലിയാർ ചിത്താരി ഉദ്ഘാടനം ചെയ്യും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, അബ്ദുൽ ഗഫൂർ മൗലവി, അബ്ദുറഹ്മാൻ ബാഖവി പരിയാരം തുടങ്ങി നിരവധി പണ്ഡിതർ പ്രസംഗിക്കും. അപകടത്തിൽ മരിച്ച പ്രമുഖ പണ്ഡിതനും ചിന്തകനുമായ PMK ഫൈസിയുടെ വസതി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിച്ചു. തുർക്കി യാത്ര കഴിഞ്ഞ് എത്തിയ അദ്ദേഹം ബുധനാഴ്ച രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് PMKയുടെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. പ്രാർത്ഥന നടത്തിയ അദ്ദേഹം കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ MC മുഹമ്മദ് ഫൈസിയുടെ വസതിയും അദ്ദേഹം സന്ദർശിച്ചു. ഹസൻ സഖാഫി തറയിട്ടാൽ, CKU മൗലവി മോങ്ങം, നാസർ ഹാജി ഓമച്ചപ്പുഴ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇനി പത്രവിശേഷങ്ങൾ. ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ സിറാജ് ദിനപത്രം കൊടി സുനി പിടിയിലായി എന്ന വാർത്തയാണ് പ്രധാന വാർത്തയായി ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. TP വധം ഒളിച്ചു താമസിച്ചത് ഇരിട്ടിക്കടുത്ത വനത്തിൽ എന്ന ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നു സിറാജ്. 15 മിനിറ്റിൽ 4 ബിൽ, സഭയിൽ പുതിയ ചരിത്രം രചിച്ചു എന്ന വാർത്തയും സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം 15 മിനിറ്റിനുള്ളിൽ 4 ബില്ലുകൾ പാസാക്കി നിയമസഭയിൽ പുതിയ ചരിത്രം. പ്രതിപക്ഷം തുടർച്ചയായി 3-ാം ദിവസവും സഭ സ്തംഭിപ്പിച്ചതിനെ തുടർന്നായിരുന്നു വളരെ പെട്ടെന്ന് ബില്ലുകൾ പാസാക്കിയത്. ബില്ലിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരത്തിലായിരുന്നതിനാൽ വിയോജനം ഉന്നയിക്കാനായില്ല. ചർച്ച കൂടാതെയാണ് 4 ബില്ലുകളും പാസാക്കിയത്. 15 മിനിറ്റിനകം 4 ബില്ലുകൾ പാസായത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് സ്പീക്കർ G. കാർത്തികേയൻ പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഗിനും മാണിക്കും രൂക്ഷ വിമർശനം എന്നൊരു വാർത്തയും സിറാജ് ദിനപത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കലാമിനെ പിന്തുണച്ച് മമത എന്നൊരു വാർത്ത. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് സിറാജിന്റെ ആദ്യ പേജിൽ അവസാനമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 10,000 തൊഴിലാളികളെ നോക്കിയ കൈവിടുന്നു എന്ന മറ്റൊരു വാർത്ത സിറാജ് ദിനപത്രത്തിന്റെ വേറെയൊരു പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രമുഖ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ നോക്കിയ 10,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ചില യൂണിറ്റുകൾ അടച്ചുപൂട്ടുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. അടുത്ത വർഷം അവസാനത്തോടെ 10,000-ലധികം തസ്തികകൾ ഒഴിവാക്കാനാണ് ശ്രമം. വൻ സാമ്പത്തിക നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. മേഖലയിൽ ശക്തമായ മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വർഷത്തിന്റെ 2-ാം പാദത്തിൽ നഷ്ടം പ്രതീക്ഷിച്ചതിലും അധികമാകാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി അധികൃതർ സൂചിപ്പിക്കുന്നു. പിരിച്ചുവിടൽ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഓഹരി വിലയിലും ഇടിവുണ്ടായി. പിരിച്ചുവിടലിന് പുറമെ മറ്റു മാറ്റങ്ങൾ കൊണ്ടുവരാനും കമ്പനി തയ്യാറെടുക്കുന്നുണ്ട്. ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ടുവന്ന് മാർക്കറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റീഫൻ ഇലോബ് പറഞ്ഞു. നോക്കിയയുടെ 10,000 തൊഴിലാളികളെ പിരിച്ചുവിടുന്ന വാർത്തയാണ് സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാതൃഭൂമി കൊടി സുനിയും സംഘവും അറസ്റ്റിലായി എന്ന വാർത്തയാണ് പ്രധാനമായി ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സൈലന്റ് നൈറ്റ്. അറസ്റ്റിലായവരിൽ കിർമാണി മനോജും ഷാഫിയും. സംഘം പിടിയിലായത് ഇരിട്ടിക്കടുത്ത് മലമുകളിൽ നിന്ന്. പോലീസ് എത്തിയത് ചെങ്കല്ല് കയറ്റുന്ന ടിപ്പർ ലോറിയിൽ എന്ന വാർത്ത ഇന്നലത്തെ അറസ്റ്റ് വാർത്തയാണ് മാതൃഭൂമിയുടെ ആദ്യ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിനെ കണ്ടപ്പോൾ തോക്ക് ചൂണ്ടിയെന്ന മറ്റൊരു വാർത്തയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഒളിസങ്കേതത്തിൽ ആരോ കയറിയെന്ന് അറിഞ്ഞ് കയ്യിൽ തോക്കുമായാണ് കൊടിസുനി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റത്. പക്ഷേ പോലീസിന്റെ സ്റ്റൈൻ ഗണ്ണിന് മുന്നിൽ ധൈര്യം ചോർന്നുപോയി. എന്നിട്ടും രക്ഷപ്പെടാൻ സുനിയും ഷാഫിയും കിർമാണി മനോജുമെല്ലാം ശ്രമിച്ചു. പോലീസ് പെട്ടെന്ന് തന്നെ ഇവരെ മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കി. 20ഓളം പോലീസുകാരുണ്ടായിരുന്നു സംഘത്തിൽ. കുപ്രസിദ്ധിയാർജിച്ച കൊലയാളി സംഘം അവർക്ക് മുന്നിൽ തീർത്തും നിസ്സഹായരായി. ഒന്നും ചെയ്യരുതേ സാറേ, ഇടയ്ക്കിടെ ഇവർ പോലീസിനോട് പറഞ്ഞു. രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടച്ച് തീർത്തും ആസൂത്രിതമായിട്ടാണ് പോലീസ് കൊടിസുനിയും സംഘവും ഒളിവിൽ താമസിച്ചിരുന്ന കണ്ണൂർ മുഴക്കുന്ന്
കണ്ണൂർ മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴി മലയിലെത്തിയത്. ഇങ്ങനെ തുടങ്ങി പോലീസിനെ കണ്ടപ്പോൾ തോക്ക് ചൂണ്ടിയെന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ മലയാള മനോരമ കൊടി സുനിയും പിടിയിൽ എന്ന വാർത്ത തന്നെയാണ് മനോരമയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊലസംഘത്തിലെ മറ്റു രണ്ടുപേരും ഒപ്പം അറസ്റ്റിലായി. പിടിയിലായത് കണ്ണൂരിലെ പാട്ടിഗ്രാമത്തിലെ മുടക്കൊഴി മലയിൽ നിന്ന് എന്ന വാർത്തയാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഴക്കുന്നിൽ കൊടിസുനിയും സംഘവും താമസിച്ച ഒളിസങ്കേതമായ മുടക്കൊഴി മലയിലേക്കുള്ള കയറ്റവും ഒരു ഫോട്ടോ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കുനിയിൽ ഇരട്ടക്കൊലപാതകം, 4 പേർ കൂടി അറസ്റ്റിലായി എന്ന അരീക്കോട് കുനിയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തയാണ് മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ 4 പേർ കൂടി അറസ്റ്റിൽ. കുനിയിൽ എരുമാടത്ത് സഫറുള്ള, മഠത്തിൽ അബ്ദുൽ അലി, വിളത്തോത്ത് ചെറിയാപ്പു, നടുപ്പാട്ടിൽ ഷറഫുദ്ദീൻ എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. പ്രതിപട്ടികയിലുള്ള 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. തുടങ്ങി അരീക്കോട് കൊലപാതക അറസ്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പൂക്കോട്ടൂരിൽ നടക്കുന്ന പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെയും താഹിർ സഖാഫി മഞ്ചേരിയുടെയും പ്രഭാഷണങ്ങൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് പേരാമ്പ്രയിൽ നടക്കുന്ന ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രഭാഷണവും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അലി കൊട്ടക്കൽ എന്ന ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.